ട്രാൻസിഷൻ എലമെൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്. ട്രാൻസിഷൻ എലമെൻസ് ഉണ്ടാക്കുന്ന പല കോമ്പൗണ്ട്സും കളേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്താണ് അതിന് കാരണം? The formation of colored ions by transition elements is generally due to DD transition. This is due to DD transition. എന്താണ് DD transition? നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റ്സ് മിക്കവയും എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളവയാണ്. അപ്പോൾ ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് ആണ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡി ഓർബിറ്റലിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസ് വിസിബിൾ ലൈറ്റിൽ നിന്നും ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ എക്സൈറ്റ് ചെയ്യപ്പെടുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാൽ എക്സൈറ്റഡ് ലെവലിൽ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ സ്റ്റേബിൾ അല്ല എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? ദേ വിൽ കം ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് ദെയർ എമൗണ്ട് ഓഫ് എനർജി. അബ്സോർബ് ചെയ്യപ്പെട്ട എനർജി എമിറ്റ് ചെയ്തുകൊണ്ടാണ് അവ തിരിച്ച് വീണ്ടും അവയുടെ ഗ്രൗണ്ട് എനർജി ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഡി ഡി ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? കളേർഡ് അയോൺസ് ആയിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണപ്പെടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്ന എനർജിക്ക് കോംപ്ലിമെൻ്ററി കളറാണ് സാധാരണ ഇവ കാണിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സുകൾ മിക്കവയും കളേർഡാണ്. നമ്മൾ ലാബിൽ കണ്ടിട്ടുള്ള കോപ്പർ അയോൺസിൻ്റെ സൊല്യൂഷൻസ് നമുക്കറിയാം നല്ല ഒരു ബ്ലൂ കളറാണ് അല്ലേ? അതുപോലെ തന്നെ ക്രോമേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇതൊക്കെ എന്താണ്? ഓറഞ്ച് കളർ സൊല്യൂഷനാണ്. അതുപോലെ തന്നെ മാംഗനീസ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടായിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് നല്ല വയലറ്റ് കളർ, ഉജാലയുടെ കളർ പോലെ നല്ല വയലറ്റ് കളറായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം അങ്ങനെ സാധാരണയായിട്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം തന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം ചില ട്രാൻസിഷൻ മെറ്റൽസിന് D0 കോൺഫിഗറേഷനാണ്. അപ്പോൾ D0 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇവ കളർലെസ് ആയിട്ടാണ് കാണപ്പെടുക. എന്നാൽ ഇത്തരം മെറ്റൽസ് ജോയിൻ ചെയ്യുന്ന ലിഗാൻസിൻ്റെ അടിസ്ഥാനത്തിലും ചില കോമ്പൗണ്ടുകൾ കളേർഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ലിഗാൻസ് എന്താണ് എന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലിഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ അയോൺസ് ജോയിൻ ചെയ്യുന്ന നെഗറ്റീവ്ലി ചാർജ്ഡോ ന്യൂട്രലോ ഒക്കെ ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. ചിലപ്പോഴെല്ലാം വാട്ടർ മോളിക്യൂൾസ് ലിഗാൻസ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. അക്വസ് സൊല്യൂഷനിലാണ് വാട്ടർ മോളിക്യൂൾസ് ലിഗാൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലിഗാൻസ് സം കേസസ് സം ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ കളേർഡ്. നോക്കൂ, when the ligand has free electrons, the transfer of electrons from anion to cation takes place. This is known as charge transfer. ഈ ചാർജ് ട്രാൻസ്ഫർ എന്ന കാരണം കൊണ്ടും പല ട്രാൻസിഷൻ എലമെൻസിൻ്റെയും കോമ്പൗണ്ട്സ് കളേർഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. എന്താണ് ഈ ചാർജ് ട്രാൻസ്ഫർ? മെറ്റൽ അയോൺസ് ജോയിൻ ചെയ്യുന്ന ലിഗാൻസിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ലിഗാൻസിൽ നിന്നും, അതായത് ആനയോണിൽ നിന്നും കാറ്റയോണിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ആ കോമ്പൗണ്ട്സ് കളേർഡ് ആയിട്ട് കാണപ്പെടുന്നു. ഇതിനെയാണ് ചാർജ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ CrO3 ക്രോമിയം ഹാസ് D0 കോൺഫിഗറേഷൻ ആണ്. ക്രോമിയം മെറ്റൽ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് CrO3. ഇവിടെ ക്രോമിയത്തിൻ്റെ D0 കോൺഫിഗറേഷൻ ആണ്. എങ്കിൽ പോലും ഈ കോമ്പൗണ്ട് ഓറഞ്ച് കളർ കാണിക്കുന്നു. എന്താണ് അതിന് കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ. ഇവിടെ DD ട്രാൻസിഷൻ അല്ല കാരണമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്താണ്? ചാർജ് ട്രാൻസ്ഫർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് CrO3.